ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടപ്പൊടി കൊണ്ട് ഒരു പുട്ടാണ്. അതായത് നമ്മൾ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന സെയിം ആട്ടപ്പൊടിയാണ് കേട്ടോ. അങ്ങനെ ഈ ആട്ടപ്പൊടി കൊണ്ട് പലതരം എന്താ പറയുക സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടി തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ആട്ടപ്പൊടിൻ്റെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തീ കത്തിച്ചൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ ആട്ടപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുക്കുക വെച്ചാൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറിയൊരു കളറ് മാറുന്ന വിധത്തിൽ. ഇവിടെ ഞാനിപ്പോൾ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടിയുള്ള പൊടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി എടുത്താൽ മതിയാവും. അങ്ങനെ ഇതാദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ അതിനനുസരിച്ച് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് നല്ലൊരു പൊടി നല്ല റോസ്റ്റാക്കി എടുക്കുക. അതായത് നല്ല ചൂടായി നല്ല കരിയാണ്ട് സൂക്ഷിക്കണം. നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, എന്നാലേ അത് നല്ല കരിയാതെ നല്ല റോസ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിൽ ആട്ടപ്പൊടിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് പോലെ ആവും. വലിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവില്ല. ഓൾറെഡി ഗോതമ്പിൻ്റെ ഒരു കളറുള്ളതാണ്. അങ്ങനെ ഇതൊരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കറിയാലോ, അതിൽ നിന്നൊരു സ്മെല്ലൊക്കെ വരും. നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ആ ഒരു രീതിക്ക് വരെ നമ്മളിത് നല്ലോണം വറുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇത് ചെറുതായിട്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ച സമയത്ത് ഇടയ്ക്കൊന്ന് അടുക്കി പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനതങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ശരിയായി. അങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. 2-3 മിനിറ്റെങ്കിലും ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ആ ചൂടിൽ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ എടുക്കുന്ന സമയത്ത് പോലും നമുക്കിത് അടുക്കി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടും കൂടി നമ്മളൊരു ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തണിയാൻ വെക്കണം. കുറച്ച് നല്ലോണം തണിയണം. വല്ലാണ്ട് ചൂടോടെ നമ്മൾ കുഴച്ചിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പം ഇത് നല്ലോണം തണിയണം. അങ്ങനെ നമ്മൾ ഇത് നല്ലോണം ഒരു 2-3 മിനിറ്റൊക്കെ അങ്ങനെ ഇത് ജസ്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് നമ്മളൊന്ന് കൈവിട്ടാണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതായത് അത് ചട്ടിയിലെ ചൂട് നമ്മൾ പൊടിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി നമ്മളൊരു തരിതരിയൊക്കെ പോലെ ആയി വന്നു. നല്ല വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ തണുക്കാൻ വെച്ചിട്ട് അത് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാം. അങ്ങനെ ഞാൻ തേങ്ങ ചിരകി എടുക്കുമ്പോൾ അമ്മൂസ് പുറകെ നടന്ന് കരയുന്നുണ്ട് കേട്ടോ. അവൾക്ക് തേങ്ങ കൊടുക്കാനും അവളെ എടുക്കാനും രാവിലെ തന്നെ ഇല്ലേ ചെറിയൊരു വാശിയൊക്കെ ആയിട്ടാണ് അവൾ എണീച്ച് വന്നത്. അങ്ങനെ അവൾ എൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് കുറേ നേരം നടന്ന് ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ അവൾ നൈസിന് അവൾ അങ്ങ് മുങ്ങി. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും പൊടി തണുക്കുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങയെല്ലാം ചിരക്കി എടുത്തു. നമ്മൾ പൊടി തണുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അതിൽ തന്നെ വെച്ച് കുഴച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. അങ്ങനെ തണുത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നാലും മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു ചൂടും കൂടി ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് കുഴക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉപ്പെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേശം അല്പം വെള്ളം, നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുക വേണ്ട. അതായത് വല്ലാണ്ട് വെള്ളം നനച്ച് പുതിർത്തി കളയാതെ കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലായിടത്തും ആക്കി നല്ലപോലെ എല്ലാ എല്ലായിടത്തും നനവെത്തിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ എന്താ പറയുക പുട്ടുപൊടി നമ്മൾ അധികം വെള്ളം ഒഴിച്ച് പോകരുത്. പാകത്തിന് തന്നെ എടുത്ത് നമ്മളിത് അത്യാവശ്യം പാകത്തിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചെറിയൊരു ആട്ടപ്പൊടിയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു ഇത് കുഴഞ്ഞതുപോലെയുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പൊടിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. നമ്മൾ കയ്യിലിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ ജസ്റ്റ് ഒന്ന് വിട്ട് വരും. പിന്നെ നമുക്ക് എല്ലാത്തിലും കൂടി നല്ലോണം കുഴച്ച് എല്ലാ പൊടിയിലും കൂടി ആക്കി കുഴച്ച് നല്ലോണം ഇങ്ങനെ മാറ്റി വെച്ചത്. നല്ലോണം തണുക്കുകയും ചെയ്താണ്. നമ്മൾ ചൂടുവെള്ളത്തിലൊന്നുമല്ല കുഴയ്ക്കുന്നത്, നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചതും. അങ്ങനെ ഇച്ചിരി വെള്ളം നോക്കി കുഴക്കണം എന്ന് മാത്രം.
അങ്ങനെ നമ്മളിത് അങ്ങനെ എല്ലാം കുഴച്ചെടുത്തു. ഞാൻ ഈ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ പുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറെ ഒന്നും വേണമെന്നില്ല. അതായത് നമ്മൾ പുട്ടിന് കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണമെന്നില്ല. ഈ പുട്ട് സ്വന്തം തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. ഇതിന് പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ അമൃതം പൊടി വെച്ച് നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ. ഞങ്ങളിവിടെ അമൃതം പൊടി വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് അമൃതം പൊടീൻ്റെ പുട്ടുണ്ടാക്കുന്നതിന് അമൃതം പൊടീൻ്റെ പുട്ടിന് ചെറിയൊരു മധുരം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അത് തന്നെ മാത്രം മതി. ആ ഒരു ടേസ്റ്റാണ് ഈ ഗോതമ്പ് പൊടീൻ്റെ പുട്ടിനും. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവി എടുത്തത് നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ടു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പുട്ട് എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ പുട്ടിനെ സെറ്റ് ചെയ്യാം. തേങ്ങ ഇട്ടു, പൊടിയിട്ടു, പിന്നെയും തേങ്ങയിട്ടു, പൊടിയിട്ടു, അങ്ങനെ നമ്മൾ പുട്ടിനെ സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ് ഉണ്ട്, എന്നാലും കൂടി നമ്മൾ രാവിലെ ചോറൊക്കെ ആയിട്ട് എന്തായാലും അടുപ്പൊക്കെ ഒഴിവാണല്ലോ. അപ്പം വെള്ളം തിളയ്ക്കേണ്ട താമസം ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിത് അടുപ്പത്തേക്കാണ് പുട്ടുംപനിയെല്ലാം അടുപ്പത്ത് നേരത്തെ പുട്ടുംപനിയെല്ലാം നേരത്തെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് പൊടിയും തേങ്ങയെല്ലാം ചേർത്ത് സെറ്റാക്കിയിട്ട് നമുക്ക് പുട്ടുംപനിയിലേക്ക് വെക്കാം. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് പൊടിയും വെച്ചു, തേങ്ങയും വെച്ചു, അങ്ങനെ പുട്ട് ഫില്ല് ചെയ്തു. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് പുട്ടുംപനിയിലേക്ക് വെക്കാം. അത് പുട്ടുംപനിയിൽ വെച്ചൊരു ജസ്റ്റ് ഒരു നല്ല തീ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ അതിന് മുമ്പ് തന്നെ ആവി വന്നിട്ടുണ്ട്. അങ്ങനെ ആവി വന്ന് നമ്മൾ പാത്രത്തിലേക്ക് പുട്ട് കുത്താൻ പോവാണ്. പുട്ടിനെ പുറകിൽ നിന്ന് കുത്തി തള്ളിയിട്ടുണ്ട്. നല്ല പൊടിയാണ്ട് നല്ലൊരു പുട്ടായി വന്നിട്ടുണ്ട്. കണ്ടോ? നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.